നമുക്കിന്ന് ഒരു കേരമൽ അലുവ ഉണ്ടാക്കാം. ഒരുപാട് സാധനങ്ങളും വേണ്ട, വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. നമുക്ക് പെട്ടെന്ന് ഒരു കേരമൽ അലുവ ഉണ്ടാക്കാം. ഒരു ചായപാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പാനിലോ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ആ മധുരം ഇഷ്ടമുള്ള അനുസരിച്ച് ആഡ് ചെയ്യാം. ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തേക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ മെൽറ്റ് ആവാൻ വെച്ചേക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, കാരണം അത് മൂട്ടി പിടിക്കും. കണ്ടോ, പഞ്ചസാര കണ്ട ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പം ഈ നമ്മളെ പഞ്ചസാരയുടെ വൈറ്റ് കളർ അങ്ങോട്ട് ചേഞ്ചായി തുടങ്ങും. അതിങ്ങനെ കുറച്ച് ഇളക്കിയിരിക്കുക. കാരണം ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് മൂട്ടിപ്പിടിച്ച് കരിയും. പിന്നെ കേരമലിനൊരു കശർപ്പായിരിക്കും ഉണ്ടാവുന്നത്, മധുരം കാണത്തില്ല, ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് ഇളക്കി അത് കണ്ടോ, കളറ് മാറി ചേഞ്ചായി വരുന്നത് കണ്ടോ. കേരമലിങ്ങനെ ഉരുകി വരുന്നത്, കളർ ചേഞ്ചായി. ഇത് നല്ല കളറാവുന്നത് വരെ നമ്മൾ നല്ലോണം മെൽറ്റാവണം. ഈ കട്ടകളൊക്കെ നല്ലോണം അലിഞ്ഞ് മെൽറ്റാവണം. അതുവരെ നമ്മളത് തീയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പതിയെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം അത് ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ മൂട്ടിപ്പിടിച്ചാൽ പിന്നെ ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് ഇളക്കി നല്ല മെൽറ്റായി വരുമ്പോൾ വേണം നമുക്ക് അതിലോട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നല്ല ലൂസായി വരുമ്പോഴത്തേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് പാലാണ് ഇതിൽ ആഡ് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, നല്ല ലൂസായി, കളറ് മാറി, കുറച്ച് കട്ടകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ മെൽറ്റായിരിക്കുകയാണ്. അതിലോട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പാൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കാരമല് നല്ല കട്ടയായിരിക്കും. കണ്ടോ, അത് നല്ല കട്ട കണക്കിരിക്കണം. പേടിക്കുകയൊന്നും വേണ്ട. അത് ഈ തീ ഉള്ളതുകൊണ്ട് ഈ കാരമല് അതിൽ അലിഞ്ഞ് ചേർന്നോളും. നമ്മൾ ആ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും ഈ കട്ടയായിട്ടിരിക്കുന്ന കേരമല് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ചൂടടിച്ച് ലൂസായി ഈ പാലിൽ കേരമൽ അങ്ങോട്ട് ആഡായിക്കോളും. അപ്പോൾ നമ്മളെ പാലിൻ്റെ കളർ ചേഞ്ച് ആവും, നമുക്കറിയാൻ പറ്റും. വൈറ്റ് കളർ പാല് കാരമലും കൂടി ചേർന്നുകൊണ്ട് കളർ ചേഞ്ചാവും. അതിപ്പോൾ തന്നെ കണ്ടില്ലേ, പാലിൻ്റെ കളർ നല്ല വ്യത്യാസമുണ്ട്. ഇതിന് കാരമൽ അലിഞ്ഞ് ചേരുന്നതനുസരിച്ച് കളർ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. നല്ല മധുരം കഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ മധുരം ചേർക്കാം. കണ്ടോ, ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. പാലിൻ്റെ കളർ നല്ല ചേഞ്ചായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാരമൽ അലിഞ്ഞ് കുറച്ച് പീസുകളേ ഉള്ളൂ കാരമൽ അരിയാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാം അലിഞ്ഞ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, കാരണം പാല് മൂട്ടി പിടിക്കും. അതേപോലെ കാരമൽ അലിഞ്ഞ് ചേരുകയും വേണം. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ ആ കട്ടകളൊക്കെ അങ്ങ് പോകും. കട്ടകൾ പോണത് വരെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കുക. കാരണം ഈ അലുവ അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ അലുവ ഉണ്ടാക്കാൻ എപ്പോഴും കൈയെടുക്കാതെ ഇളക്കാൻ. ഇത് കുറച്ച് കോൺഫ്ലോർ, കുറച്ച് തണുത്ത പാലൊഴിച്ച് കലക്കി വെച്ചേക്കുകയാണ്. കാരണം തരികളൊന്നും ഇല്ലാതെ നല്ല വെള്ളം പോലെ ആക്കി വെച്ചേക്കുകയാണ്. ഈ പാലിലോട്ട് നമ്മൾ ഈ കോൺഫ്ലോർ ഒഴിക്കുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിരുന്ന നല്ലത്. കാരണം പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കയറി മൂട്ടി പിടിക്കും. അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും മതി. അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരമൽ ഒഴിച്ചിൻ്റെ കൂടെ ഈ കോൺഫ്ലോർ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഈ പാല് കുറേശ്ശെ കുറുകി തുടങ്ങും. കുറുകി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ട, അത് നല്ല രീതിയിൽ വെള്ളം പോലെ ആയിരിക്കുന്നത് അല്ലേ, ഒഴിച്ചതേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഈ വെള്ളം പോലെ എന്നുള്ളത് മാറി പതിയെ അത് നല്ല രീതിയിൽ കുറുകി വരും. നമ്മൾ കൊച്ചുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുന്ന പോലെ കുറുകി വരും. അത് വേറെ ഇളക്കി കൊടുക്കുക. കാരണം ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ മൂട്ടിപ്പിടിക്കുക. അതുകൊണ്ട് ഇളക്കാൻ മറക്കുകയേ ചെയ്യരുത്. അത് ഉണ്ടാക്കി തീരുന്നത് വരെ ഇളക്കുക. കണ്ടില്ലേ, ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പതിയെ ഇളക്കുക. ഞാൻ തീ കുറച്ച് വയ്ക്കുക, കാരണം അത് തീ കുറച്ചില്ലെങ്കിൽ പെട്ടെന്ന് മൂട്ടിപ്പിടിക്കുക. അതുകൊണ്ട് നല്ല രീതിയിൽ തീ കുറച്ച് വെച്ചേക്കുക. കണ്ട, നല്ല ലൂസൊക്കെ മാറി കുറച്ചേ കുറുകി വന്നുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ കുറുകി വരുന്നത് വരെയും ഇരിക്കുക. ഇത് കുറച്ച് ഡേറ്റ്സാണ്, അതിൽ കുറച്ച് ഡേറ്റ്സ് അത് ഇടണമെന്നൊന്നുമില്ല. ഇവിടെ ഡേറ്റ്സ് ഇരുന്നുകൊണ്ട് ഞാൻ ഇട്ടതാണ്. നിങ്ങൾക്ക് വല്ല പീനട്ടോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ ബദാമോ പിസ്തയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടുക. ഇട്ടില്ലെങ്കിലും ടേസ്റ്റിന് ഒരു കുറവും കാണില്ല. ഇതിപ്പോൾ കുറച്ച് ഡേറ്റ്സ് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു അതും കൂടി അതിലിടാം എന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ.
ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ ഇടണമെന്നുള്ളത് അത് ഇടുക, അത്രയേ ഉള്ളൂ. ഇട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ കണ്ടോ കുറുകി കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല രീതിയിൽ കുറുകി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇത് ഷിഫ്റ്റ് ചെയ്യണം. ഇത്തിരി നല്ല കുറുകി വന്നതിന് ശേഷം ഷിഫ്റ്റ് ചെയ്യണം. അതാണ്ട കട്ടിയൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ. തിളച്ച് വെള്ളമൊക്കെ അതിങ്ങനെ വറ്റി വറ്റി നല്ല കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കുറുകി വരും തോറും നല്ലോണം ഇളക്കിക്കൊള്ളണം. കാരണം സൈഡിലും അകത്തും ഒക്കെ നല്ല രീതിയിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരവും കൂടി ഒന്ന് തീയിൽ നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വറ്റുമ്പോഴത്തേക്കും നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ട കട്ടിയായി വരുന്നത് കണ്ടോ. പാല് നല്ല കുറുകി. ഇപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ കുറുക്ക് കൊടുക്കുന്ന പരുവത്തിലോട്ടായിട്ടുണ്ട്. നല്ല രീതിയിലാവുമ്പോഴത്തേക്കും അത് ഇപ്പം തന്നെ നമുക്കൊന്ന് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. കഴിച്ച് നോക്കുമ്പോൾ അറിയാം. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ടിത് ഒഴിക്കുകയാണ്. കയ്യിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂടാണ്. കാരമെല്ലാം കൂടി ആയതുകൊണ്ട് പാത്രം തന്നെ നല്ല ചൂടാണ്. നല്ല ആവി പറക്കുന്നുണ്ടല്ലോ. ഇതിനി ഒരു 2-2.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുക. 2-2.5 മണിക്കൂർ മതി. അപ്പോഴത്തേക്ക് അതിൻ്റെ ചൂടൊക്കെ പോയി സെറ്റായി കിട്ടും. ഇതൊക്കെ കണ്ടല്ലേ, സെറ്റായിരിക്കുന്ന കണ്ടല്ലേ. നമ്മളൊന്ന് മുറിച്ച് ഓരോ പീസായിട്ട് ഞാൻ കാണിച്ച് തരാം. എന്തുമാത്രം സോഫ്റ്റായിട്ടാണ് അതിരിക്കണേന്ന്. വീട്ടിൽ തന്നെ നല്ല സോഫ്റ്റ് ഹലുവ ഉണ്ടാക്കാൻ പറ്റും. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കണ്ടല്ലേ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്. ജസ്റ്റ് ഒരു തവണ ട്രൈ ചെയ്താൽ കുട്ടികൾ നിങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.